പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഞാൻ രാഹുൽ വ്ളോഗറാണ്. ഓക്കെ, അപ്പോൾ ഇവൻ്റെ വീഡിയോസൊക്കെ നിങ്ങളെല്ലാവരും കാണുന്നവരായിരിക്കും. കാണാത്തവർക്കായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രാഹുലിൻ്റെ ചാനൽ നമ്മൾ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ രാഹുലും കൂടെ ഇന്ന് പുതിയൊരു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ പേപ്പാറ ഡാമിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ. അപ്പം പേപ്പാറ ഡാമിൻ്റെ അങ്ങോട്ട് പോയിട്ട് ഈ ഒരു ഡാമിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങളുണ്ട്. അവശിഷ്ടങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഈ പണ്ട് ഡാം നിർമ്മിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറേ മെഷീനറിയൊക്കെ വെച്ചിട്ടുള്ള കുറേ ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും അങ്ങനെ അതിൻ്റെയൊക്കെ കുറച്ച് അവശിഷ്ടങ്ങളും, പിന്നെ അതുപോലെ ഈ ഡാം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു പാറേനെയാണ് പൊട്ടിച്ച് ഡാം നിർമ്മാണത്തിന് വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ. അപ്പം ആ ഒരു പാറയുടെ വിശേഷങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു കുഞ്ഞ് എപ്പിസോഡാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സജിത് പുത്തോട് വ്ളോഗ്സ് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതലും ഗ്രാമങ്ങളുടെ കാഴ്ചകളൊക്കെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താമസിക്കാതെ ഗ്രാമങ്ങളുടെ കാഴ്ചകളും അങ്ങനെയുള്ള എപ്പിസോഡുകളും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും സജിത് പുത്തോട് വ്ളോഗ്സ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. രാഹുലേ, എല്ലാവർക്കും ഒരു സ്വാഗതം പറഞ്ഞു കൊടുക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോയാലോ? പോവാം. ഓക്കെ, പോവാം. അപ്പോൾ നമ്മുടെ യാത്ര അങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന ഈ ഒരു വഴിയെന്ന് പറയുന്നത് നമ്മൾ കാർലക്കോട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് പേപ്പാറയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഈ കാട്ടിനുള്ളിലൂടെ പോകുന്ന ഈ ഒരു വഴി. അപ്പോൾ ഈ ഒരു വഴിയിലൂടെ ഏകദേശം ഒരു 3 കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേപ്പാറ എന്ന് പറയുന്ന ഡാമിൻ്റെ ആ ഒരു പരിസരത്തേക്ക് എത്താൻ പറ്റും കേട്ടോ. നമ്മൾ പോകുന്ന ഈ ഒരു കാടും അതുപോലെ ഈ ഒരു കാട്ടിനുള്ളിലൂടെയുള്ള വഴികളും ഒക്കെ കാണാൻ അടിപൊളിയാണ്. അപ്പോൾ മറ്റുള്ള ജില്ലകളിലൊക്കെ ഇന്ന് അത്യാവശ്യം മഴയുണ്ട്. പക്ഷേ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്രാവശ്യത്തെ മഴയൊന്നും അധികമായിട്ട് കനത്തൊന്നും പെയ്തിട്ടില്ല. അപ്പോൾ ഇന്നും നല്ല വേനൽ തന്നെയാണ് കേട്ടോ. പോകുന്ന വഴിയിലെ കാടുകളാണ് കേട്ടോ ഈ കാണുന്നത്. അത്യാവശ്യം കാറ്റടിക്കുന്നുണ്ട്. ഇറക്കത്തൂടെയാണ് കേട്ടോ ബൈക്കിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു കയറിയാണ്. നമ്മൾ കറക്റ്റിന് വണ്ടി പിടിച്ച് ഇറക്കണം, അല്ലെങ്കിൽ പണിപാളി എവിടെയെങ്കിലും പോയി കിടക്കും. നമ്മൾ കുറച്ച് ദൂരം ഇങ്ങ് എത്തിയേട്ടാ. അപ്പോൾ ഇവിടെ ഒരു സ്ഥലമുണ്ട്. ഇതാണ്ട് ഈ കാണുന്ന ഒരു ആൽമരമാണ് ഇതാ ഈ കാണുന്നത്. അപ്പോൾ ഇതിന് മൂട്ടിൽ എല്ലാവരും പോകുന്നവർ, അതായത് പേപ്പാറ റൂട്ടിലേക്ക് പോകുന്നവർ അതുപോലെ വനത്തിലേക്കൊക്കെ പോകുന്നവർ ഈ ഒരു മരത്തിന് മൂട്ടിൽ തിരി കത്തിക്കുന്ന ഒരു ആൽമരമാണ്. അപ്പോൾ ഇവിടെ ഒരു വനദേവതാ സങ്കല്പത്തിലൊക്കെ ഇവിടെ ഒരു തിരിയൊക്കെ കത്തിച്ചതിന് ശേഷമാണ് പലപ്പോഴും പേപ്പാറയിലേക്കും അതുപോലെ വിതിരയിലേക്കും അതുപോലെ നമ്മുടെ ഊരിലൊക്കെ യാത്ര ചെയ്യുന്നവർ ഈ ഒരു മരത്തിന് ചുവട്ടിൽ വന്നിട്ട് തിരിയൊക്കെ കത്തിച്ചതിന് ശേഷമാണ് യാത്ര ചെയ്യുന്നത്. പിന്നെ അതുമല്ല, ഈ ഒരു റോഡെന്ന് പറയുന്നത് ഭയങ്കര കാട്ടാനയുടെ ശല്യങ്ങളുള്ളൊരു മേഖലയും കൂടിയാണ് കേട്ടോ ഈ ഒരു റോഡെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വഴി കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ഉൾവനത്തിലാണ് ഈ ഒരു വഴിയുള്ളതെന്ന്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുത്തെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ ഒരു വള്ളിക്കുടലി കണ്ട, അടിപൊളി ഒരു വള്ളിക്കുടലി കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്ന വള്ളിക്കുടലൊക്കെ. പിന്നെ നല്ല പച്ചപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ പോകുന്ന വഴിയിൽ അധികം വെയിലൊന്നും അടിക്കുന്നില്ല, നല്ല പച്ചപ്പ് മാത്രമാണുള്ളത്. ഈ ഒരു വഴിയിലൂടെയാണ് കേട്ടോ വന്നത്. അവിടെ നിന്ന് വന്നതിന് ശേഷം നമ്മൾ പോകുന്നത് ഈ ഒരു വഴി കൂടെയാണ്. മുന്നിലേക്ക് ഇനി ഏകദേശം ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന സ്ഥലത്തെത്തും. അപ്പോൾ രാഹുലാണ് ഇനി വണ്ടി ഓട്ടിക്കുന്നത് കേട്ടോ. ആ ഒരു കുഞ്ഞ് യാത്ര ഇങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ. ഇതാ രാഹുൽ എണ്ണയും കൊണ്ട് ഒറ്റ പോക്കാണ് സുഹൃത്തുക്കളെ. കല്ലടയാണ് സുഹൃത്തുക്കളെ, കല്ലട വഴി മൊത്തം. ഇതിനുള്ളിലൂടെ ഒരു വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കോട്ടൂരൊക്കെ പോകുന്ന വഴിയിൽ അഞ്ചായിത്തോട് എന്ന് പറയാം, അഞ്ചുകാവിത്തോട് എന്ന് പറയുന്ന ഒരു തോട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെ ഫോറസ്റ്റിൻ്റെ ഒരു കെട്ടിടമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിതാ പിറകെ ഈ ഒരു വഴി കൂടെയാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇനിയും നമുക്ക് അത്യാവശ്യം ദൂരം മുന്നിലേക്ക് സഞ്ചരിക്കാനുണ്ട്. വഴിയിലെ പാറാക്കൂട്ടങ്ങളൊക്കെ ഉണ്ടാവും. അടിപൊളി കേട്ടോ പാറാക്കൂട്ടങ്ങളും ഇവിടുത്തെ കാടൊക്കെ കാണാനായിട്ട്. താഴെ കേട്ടോ ഒരു ആനക്കുളമുണ്ട്. ആനയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി കെട്ടിയിട്ടിരിക്കുന്ന ഒരു കുളമൊക്കെ തൊട്ട് താഴെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിനി എത്തിപ്പെടുന്നത് പേഴുമൂട്ടി പാറ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 2 വർഷം അടുപ്പിച്ചായി ഇവിടുത്തെ വഴികളൊക്കെ അത്യാവശ്യം കോൺക്രീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കോൺക്രീറ്റ് ഉണ്ട്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓഫ് റോഡ് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വഴിയിലൂടെയാണ് കേട്ടോ നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. ഇവിടെ മുമ്പ് നമുക്ക് ഈ ഒരു സ്ഥലത്തൂടെ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ പോകുന്ന ഈ ഒരു വഴി കൂടെ പോകാനായിട്ട്. പക്ഷേ ഇപ്പോൾ കോൺക്രീറ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് റെഡിയായില്ല. പിന്നെ ഏത് വണ്ടി വന്നാലും കയറി പോകും. ഈ കല്ല് വാങ്ങിയിട്ടുണ്ട്, കോറയിൽ വലിയ കല്ലുകളുണ്ടല്ലോ, കല്ല് കൊണ്ടുവന്ന് കല്ല് വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. നമ്മൾ എത്തിപ്പെടുന്നത് പേഴുമൂട്ടി പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് ആ ഒരു പാറയുടെ അവിടുത്തെ കാഴ്ചകളൊക്കെ
നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരാം. ഏട്ടാ നമ്മൾ ഇറങ്ങി വന്നത് ഇതാ ഇവിടെയാണ്, പേഴുമൂട്ടി പാറ എന്ന് പറഞ്ഞൊരു പാറയെ. അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്യാനായിട്ട് വനം വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടിട്ടതാണ് ഈ കാണുന്ന കോൺക്രീറ്റ് എല്ലാം. അപ്പോൾ ഈ ഒരു പാറയെ പേഴുമൂട്ടി പാറ എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് ഇതാണ് പേഴുമൂട്ടി പാറ എന്ന് പറയുന്ന പാറ. അതാ ഇവിടെ അത്യാവശ്യം മനോഹരമായിട്ടുള്ളൊരു പാറയാണ്. നമുക്കിവിടെയൊക്കെ വന്ന് ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ, അടിപൊളിയാണ്. നമ്മൾ നടന്നൊക്കെ ക്ഷീണിച്ച് വരുന്ന ഒരു സമയത്താണെങ്കിൽ നമുക്ക് ഈ ഒരു പാറയിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകളെ കണ്ടിരിക്കാം. പിന്നെ അതുമല്ല കാട്ടാനുള്ളൊരു സമയമാണെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് ഇവിടെ ഒന്നും വന്ന് ഇരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതാ നമ്മൾ പറഞ്ഞില്ലേ പേഴുമൂട്ടി പാറയ്ക്ക് എന്തിനാണ് ഈ ഒരു പേര് വന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ നിൽക്കുന്ന മരം ഉണ്ടല്ലോ, ഈ മരത്തിൻ്റെ പേര് പേഴെന്നാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു മരത്തിനെ പേഴെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേഴ് എന്ന് പറയുന്ന മരത്തിൻ്റെ മൂട്ടിൽ ഉള്ളൊരു പാറയാണ് കേട്ടോ. പേഴ് മരത്തിൻ്റെ മൂട്ടിലാണ് ഈ ഒരു പാറ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഴുമൂട്ടി പാറയെന്ന് കേട്ടോ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാറയുടെ ഇങ്ങോട്ട് പോയിട്ട് ഇവിടുത്തെ കുറച്ച് വ്യൂ ഒക്കെ കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവിടെ ഒരു പാലമരം നിൽക്കുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. അത് അങ്ങ് കണ്ടോ ബോണക്കാട് മലനിരകളൊക്കെ കാണുന്നുണ്ടോ, എന്ത് രസമാണെന്നറിയാവോ. നല്ല കാറ്റും അടിക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട് ഇവിടെ. എല്ലാ സമയം വണ്ടി ഓടിച്ചുകൊണ്ട് വന്നത് രാഹുലാണ്. ആ സ്പ്ലെൻഡർ വണ്ടി അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ അവിടെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൊണ്ടുവരുന്നവർ മാക്സിമം ഈ വനത്തിനകത്ത് കൊണ്ട് ഉപേക്ഷിക്കാതിരിക്കുക. കാരണം നമ്മളിപ്പോൾ സിറ്റി പുറത്ത് പോയാലും അവിടെയെല്ലാം കാണുന്നത് മാലിന്യമാണ്. അപ്പം സിറ്റി പുറത്തുനിന്ന് നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇത്തരം വനത്തിനുള്ളിൽ നമ്മളുകൊണ്ട് പ്ലാസ്റ്റിക്കുകൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ വനത്തിനകത്തോട്ട് പ്ലാസ്റ്റിക്കുകൾ കൂടുകയും പിന്നെ സിറ്റിയും വനവും തമ്മിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ വേറെ വ്യത്യാസമൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂടിയ കൂമ്പാരമാണ് നമ്മൾ സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പെടുന്നത്. ഇപ്പം ഒരാൾ വന്ന് ഒരു കുപ്പി ഇട്ടു, മറ്റൊരാൾ വന്ന് വേറൊരു കുപ്പി ഇട്ടു, അങ്ങനെ ഓരോരുത്തരും ഓരോരോ കുപ്പി വെച്ച് ഇടുമ്പോൾ തന്നെ എങ്ങനെ പോയാലും അതൊരു വലിയൊരു മാലിന്യ കൂമ്പാരമായിട്ട് മാറും. അല്ലേ രാഹുലേ? അതെ ശരിയാണ്. എന്നിട്ട് അടുത്ത് വേറൊരാൾ വരുമ്പോൾ ഒരു കുട്ടികളെ ഇട്ടിരിക്കുകയല്ലേ, അവിടെ കിടക്കട്ടെ. അങ്ങനെ ഇടുമ്പോൾ പിന്നെ വലിയൊരു മാലിന്യ കൂമ്പാരമായിട്ട് മാറും. അങ്ങനെ പേഴുമൂട്ടി പാറയിൽ നിന്ന് നമ്മൾ യാത്ര തിരിച്ചു കേട്ടോ. ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 500 മീറ്ററേ ഉള്ളൂ കേട്ടോ. നമ്മൾ പറഞ്ഞ ഈ ഒരു ഡാമിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കിടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്താനായിട്ട് ഒരു 500 മീറ്റർ മാത്രമാണ് ഉള്ളത്. ശരിയല്ല, പുള്ളിക്കാരെ ഒമാനിലെവിടെയാണ് ജോലി. പുള്ളിക്ക് നമ്മളെ വീഡിയോസൊക്കെ കാണുമ്പോൾ ചെറിയ ചൊറിച്ചിൽ വരും. അങ്ങനെ ഒന്നാണ് പുള്ളി കമൻ്റ് ഇടുന്നത്. നമ്മൾ പിന്നെ കമൻ്റ് ഒന്നും കാര്യമൊക്കെ ഇരുന്നാൽ മതി. അപ്പോൾ നമ്മൾ പോകുന്നത് അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ അപ്പുറത്തൂടെയാണ് കേട്ടോ വഴി. അപ്പോൾ ആ സ്ഥലത്തൂടെ അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല, നല്ല ഗട്ടറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്തൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ വെയിലൊന്നും അങ്ങനെ അടിക്കാത്തത് കൊണ്ട് തന്നെ നല്ല തണുത്ത കാട്ടിൽ കൂടെ ആണ് കേട്ടോ നമ്മൾ പോകുന്നത്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പുറത്തെ വഴിയിൽ നിന്നാണ് നമ്മൾ തിരിച്ച് വന്നത്. അതിലേ വന്നിട്ട് ഈ ഫ്രണ്ടിലൂടെയുള്ള വഴി കൂടെയാണ് നമുക്ക് പോകേണ്ടത്. നമ്മളൊരു ഷോർട്ട് കട്ട് കയറി വന്നതാണ് കേട്ടോ. ഇത്രയും സമയം നമ്മൾ കാട്ടിനുള്ളിലൂടെ യാത്ര ചെയ്ത് വന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പേപ്പാറ ഡാമാണ് കേട്ടോ. ഇതാണ് പേപ്പാറ ഡാം. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു 30-40ഓളം വർഷമായി ഈ ഒരു ഡാം നിർമ്മിച്ചിട്ട്. അപ്പോൾ ഈ ഒരു ഡാം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ യന്ത്രങ്ങളൊക്കെ കൊണ്ടുവച്ചത് മേളിലൊക്കെ കാണുന്ന കുറേ കാട്ടിനുള്ളിൽ ബിൽഡിങ്ങുകളൊക്കെ കെട്ടി അവിടെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരാം. ഇവിടെയാണ് കേട്ടോ വണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞില്ലേ ഡാം നിർമ്മിക്കാൻ വേണ്ടി കുറേ യന്ത്ര സാമഗ്രികളൊക്കെ കൊണ്ടുവച്ചിട്ടുള്ള കുറേ ഇതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്, ബിൽഡിങ്ങുകളുടെ അവശിഷ്ടങ്ങൾ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും പോയി കണ്ടിട്ട് വരാം. അധികം വർഷമൊന്നും ആയിട്ടില്ല, ഏകദേശം ഒരു 30 വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഡാം കമ്മീഷൻ ചെയ്തത്. അതായത് 1983 പേപ്പാറ ഡാമിൻ്റെ കമ്മീഷൻ ചെയ്തത് കേട്ടോ. ഡാം നിർമ്മിച്ചതിന് ശേഷം കമ്മീഷൻ ചെയ്തത്. അങ്ങനെ ആ ഒരു വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1983 കമ്മീഷൻ ചെയ്തതെങ്കിലും ഇതിന് മുമ്പത്തെ ഏകദേശം ഒരു 5 വർഷത്തോളമെങ്കിലും ആവുമെന്ന് തോന്നുന്നു. പാറകൾ പൊട്ടിക്കുകയും അതുപോലെ അതിൻ്റെ മെഷീനറി സംവിധാനങ്ങളൊക്കെ വെച്ച് ഡാമൊക്കെ കെട്ടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 5 വർഷത്തോളം കാലം ഇതിൻ്റെ മെഷീനറി സെറ്റപ്പുകളൊക്കെ ഇരുന്നൊരു സ്ഥലമൊക്കെ ഇവിടെ മൊത്തം ഈ കാട് മൊത്തം ഈ ഡാമിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ഓരോ മെഷീനറികളും പിന്നെ തൊഴിലാളി ലയങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇതൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോയിട്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ രാവിലെ പോയാലോ? കാട്ടിനുള്ളിലൂടെ ഇങ്ങ് വന്ന കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സെറ്റപ്പുകൾ ഞാൻ കാണിച്ചു തരാം. അതായത് ഈ ഡാമിൻ്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ഓരോ മെഷീനറികളൊക്കെ കൊണ്ടുവച്ച ഓരോ ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. കെട്ടിടങ്ങൾ പോലെയുള്ള സെറ്റപ്പുകൾ ഇവിടെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്തോ മെഷീനറി സെറ്റപ്പൊക്കെ ഈ ഡാമിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി കൊണ്ടുവച്ചതാണ് കേട്ടോ. ഇവിടെ കണ്ടായിരിക്കും കണ്ടോ, ആ കമ്പികളൊക്കെ കണ്ടോ, ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഇതെല്ലാം അതിൻ്റെ സെറ്റപ്പുകളാണ്.
ഇതൊന്നും പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല, 30-40 വർഷങ്ങളായി എന്നിട്ട് ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിനി ആ ഭാഗത്ത് കുറച്ച് ബിൽഡിങ്ങുകൾ പോലെയുണ്ട്. അങ്ങോട്ട് പോയല്ലേ രാഹുലേ? അന്നത്തെ സിമൻറ്റ് ചാക്ക് കണ്ട, സിമൻറ്റ് ചാക്കിൻ്റെ ഏതോ ഒരു കോണല്ലേ ഇത് കണ്ടോ? ഇതും ഈ കക്കൂസ് ടോയ്ലറ്റ് എന്തോ ആണെന്ന് തോന്നുന്നു. അതെന്തെങ്കിലും മെഷീനറി സെറ്റപ്പുകൾ കൊണ്ടുവച്ചതാണോ എന്നറിയത്തില്ല. മൊത്തം എന്തോന്ന് പറയാൻ ഒരു നിഗൂഢതകൾ പോലെ ഇരിപ്പുണ്ട് കേട്ടോ. അതാ ഈ കാട്ടിനുള്ളിൽ കുറച്ച് കെട്ടിടങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ എന്താ ഇതെല്ലാം ഒന്നും എനിക്ക് തോന്നുന്നു എന്തോ കമ്പികളൊക്കെ കൊണ്ട് നിർത്തിയതാണ് കേട്ടോ. അതാ കണ്ട ഇവിടെ ഒരു കമ്പി ഇരിക്കുന്നുണ്ട്. എന്തോ 4 സൈഡിൽ എന്തോ കമ്പിയൊക്കെ വെച്ച് എന്തോ വലിയ മെഷീനൊക്കെ നിർത്തിയതായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു കോട്ട പോലെ ഉണ്ട് കേട്ടോ. എന്തരടേ കോട്ടയാ? കാട്ടിലെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കരിങ്കല്ലും അങ്ങനെ കരിങ്കല്ലൊക്കെ കൊണ്ടുവച്ച് കെട്ടിയിട്ടുള്ള ബിൽഡിങ്ങുകളുടെ കുറച്ച് അവശിഷ്ടങ്ങളാണ് കേട്ടോ. അതിലൊരു ബിൽഡിങ്ങാണ് കേട്ടോ അതാ ഈ കാണുന്നതുണ്ട്. ഇത് എന്താ, ഇതൊരു ഭയങ്കരപ്പെട്ടൊരു കെട്ടിടമാണ്, അതിൻ്റെ അവശിഷ്ടമാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിനകത്ത് കുറച്ച് പാർട്സുകളൊക്കെ മാത്രമേ ഇങ്ങനെ വീണിട്ടുള്ളൂ കേട്ടോ. അന്നത്തെ കെട്ടിൻ്റെയും സിമെൻറ്റിൻ്റെയൊക്കെ ബലത്തിൻ്റെയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതിനകത്ത് നിൽക്കുന്നുണ്ടോ ഒരു മരം അല്ലേ? ഏകദേശം 30-40 വർഷത്തിലധികം എന്നിട്ടും അത്രയും വലിയൊരു മരം കുരുത്തിട്ടുണ്ട്. ഒന്നും പറയില്ല കേട്ടോ. ഇന്നത്തെ ഏതെങ്കിലും പാലമൊക്കെ ആണെങ്കിൽ ഇതൊക്കെ എപ്പോഴേ ഇടിഞ്ഞു പറഞ്ഞു പോയേനെ. അപ്പോൾ അന്നത്തെ എന്തായാലും ടെക്നോളജിയൊക്കെ കൊള്ളാം അല്ലേ? ടെക്നോളജിയൊക്കെ കൊള്ളാം, അടിപൊളി കേട്ടോ. അതാ അകത്തോട്ടൊക്കെ ഉണ്ട്. അകത്തോട്ടൊന്നും ഞാൻ കയറുന്നില്ല. സംഭവം കല്ലുകളൊക്കെ ഇടിഞ്ഞിടിഞ്ഞ് വീഴുന്നുണ്ട്. ചിലപ്പോൾ അബദ്ധത്തിൽ വന്ന് വീണ് കഴിഞ്ഞാൽ നമ്മൾ തീരും. ഉണ്ടോ ഇത്രയുണ്ട് കേട്ടോ, നല്ല പൊക്കമുണ്ട് കേട്ടോ ഈ ഒരു ബിൽഡിങ്. ഒരുപാട് ഇങ്ങനെ കെട്ടുകളുണ്ട് കേട്ടോ. ഇവിടെയും കെട്ടുകളാണ്, മൊത്തം കെട്ടിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. ഇത് കണ്ടോ, ഇതങ്ങ് ഒരു ശവക്കല്ലറ പോലെയൊക്കെ ഉണ്ടോ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ് മൊത്തം. എന്താണ് സെറ്റപ്പ് എന്ന് നമുക്കറിയത്തില്ല. ഇത് കണ്ടോ, ഈ ഭാഗത്ത് നമ്മൾ പറഞ്ഞ ആ ഒരു കെട്ടിടത്തിൻ്റെ അവശിഷ്ടത്തിൻ്റെ ഭാഗമാണ് ഇവിടെ എല്ലാം കാണുന്നത്. കണ്ടോ, നേരത്തെ കണ്ട ബിൽഡിംഗ് ഇരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് വേണ്ട ഇത് അവിടെയാണ് കേട്ടോ. അതാണ് ആ ഒരു കെട്ടിടത്തിൻ്റെ പാർട്സ്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ എത്ര വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിയതെന്നറിയാം. അതിൻ്റെയൊക്കെ ഉറപ്പ് കണ്ട ഒരു കേടുപാട് പോലും ഈ ഒരു കെട്ടുകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. അത്രത്തോളം വലിയ വലിയ കല്ലുകളും സിമൻ്റൊക്കെ വെച്ച് തന്നെയാണ് കെട്ടിയത്. എന്നാലും ഒരു 30-40 വർഷം കഴിഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ ഒരു ബലം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. എത്ര ഉണ്ടായിരിക്കുന്നത്. ഇതെന്ത് സെറ്റപ്പാണെന്ന് എനിക്കൊരു പിടുത്തമില്ല കേട്ടോ. അത് ബിൽഡിങ്ങിൻ്റെ വാർപ്പാണ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ, സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ഇനി ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടുത്തെ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ. നമ്മൾ ഇപ്പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ ഡാമിൻ്റെ കുറച്ച് വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നതും വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ തൊട്ടിപ്പുറത്ത്. ഇതാണ് കേട്ടോ നമുക്ക് ഡാമിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ കേട്ടോ. അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ കുറേ അങ്ങ് വെള്ളം കയറി വരും. ഇപ്പം കുറേ അങ്ങ് താഴെ ഇറങ്ങി കേട്ടോ, ഇങ്ങ് കയറി വരും വെള്ളം. അപ്പോൾ നമുക്ക് ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടാണ് കേട്ടോ. അതാണ്ട് വെള്ളം അടിച്ച് വെള്ളത്തിൻ്റെ കുപ്പികൾ, അതായത് ബ്രാൻഡിയുടെയും അങ്ങനത്തെ ഓരോ സാധനങ്ങളുടെ ഇതൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് ഈ ഒരു സ്ഥലത്ത്. ഇത് കണ്ട പോലെ തന്നെ എന്തോ മെഷീനൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. വേണ്ട കൊള്ളാം, എന്തോ കെട്ടിയിട്ടായിരിക്കും കേട്ടോ. ഇവിടെ എന്തോ വലിയ മെഷീൻ ഇരുന്നായിരിക്കും. 2 സൈഡിലുണ്ട് കേട്ടോ എൻ്റെ സെറ്റപ്പ്. ഇപ്പോൾ വീണൻ എടാ, ഇതിൻ്റെ അടിയിലോട്ട് എന്താ ഹോളടാ ഇയ്യൻ്റൊപ്പോ, ഭയങ്കര വലിയ ഗുഹയുടെ അതിനകത്ത്. എന്താ ഈ വായിക്കാത്തൂടെ അടിയിൽ നോക്ക്, ഭയങ്കരപ്പെട്ട ഗുഹ. എന്തിനായിരിക്കും? ഈ ഒരു ഭാഗത്തൂടെ വേണ്ട ഇപ്പുറത്ത് ഉണ്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതാ ഇതിലേ കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇറങ്ങാൻ പറ്റും കേട്ടോ. പക്ഷെ നമ്മൾ ഇറങ്ങാനൊന്നും പോകണില്ല. അതിനകത്ത് എന്തോ വേസ്റ്റുകളൊക്കെ കിടക്കുകയാണ് മൊത്തം. അങ്ങനെ നമ്മൾ പോകാനൊന്നും ശ്രമിക്കുന്നില്ല കേട്ടോ. എല്ലാം എന്തോ മെഷീനറി ഇരുന്നതാണ്. ഇവിടെ ഒരു വണ്ടിയൊക്കെ എനിക്കൊന്ന് സർവീസ് ചെയ്തതാണെന്ന് തോന്നുന്നു കേട്ടോ രാഹുലെ. വണ്ടിയില്ലേ വണ്ടി, അങ്ങനെ ഇതും എന്തോ സെറ്റപ്പുകളൊക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് പോയി നോക്കാൻ കേട്ടോ. ഇവിടെയൊക്കെ അങ്ങനെ ഒരുപാട് ഇങ്ങനെ അവശിഷ്ടങ്ങളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ ഈ ഡാമിൻ്റെ. ഇവിടെ കണ്ട ഈ ഒരു സെറ്റപ്പ് എനിക്ക് തോന്നുന്നു എന്തോ മുടുക്കി വെച്ചതായിരിക്കും. ഇവിടെ ഒരു നല്ല 2 വലിയ ആണിയൊക്കെ ഇരിക്കുന്നുണ്ട്. അതിന് പുറമെ കുപ്പിച്ചില്ല കിടക്കുന്നുണ്ട്. ഇതൊക്കെ ആരാണിങ്ങനെ ഇവിടെ കൊണ്ട് ഇടുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ അതിന് നമുക്ക് തരാൻ ഉത്തരമില്ല. ആരാണോ എന്താണോ എല്ലാം അതിക്രമണങ്ങളാണ് കേട്ടോ മൊത്തം. നമ്മൾ നേരത്തെ ഒരു വണ്ടിയുടെ കഴുകുന്നൊരു സ്ഥലമെന്ന് പറഞ്ഞില്ലേ, ഇതാ ഓടക്കുമ്മൾ എടുത്താണത്. കാട്ടിലെ ഓടക്കുമ്മൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് കണ്ട കാട്ടിലെ ഓടക്കുമ്മളെന്ന് പറയുന്നുണ്ട്. ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കഴിക്കാത്തവരാണെങ്കിൽ കമൻറ്റ് ചെയ്ത്. ഓടക്കുമ്മളാണ് ഇത്, കഴിക്കാൻ പറ്റും കേട്ടോ ഈ ഒരു കൂണ്.
നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. എന്തോ നിഗൂഢതകൾ നിറഞ്ഞിരിക്കുന്നത് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും പറയാം ഇവിടുത്തെ ഒരു ഓടവള്ളി കിടപ്പുണ്ട്. ഈ ഒരു ഓടവള്ളിയുടെ വേര് പോയിട്ടുള്ള ഭാഗത്തേക്കാണ് കേട്ടോ ഈ ഒരു നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ഓടക്കുമ്പിൾ ഉണ്ടാകുന്നത്. ഞാൻ എന്തായാലും ഓടക്കുമ്പിൾ കാണിച്ചു തരാം. ഇതാണ്ട് എല്ലാം ഇരിക്കണം താഴെ വരണം. നമ്മൾ പറഞ്ഞല്ലോ ഓടക്കുമ്പിൾ നമ്മൾ എടുത്തുന്ന ഒരു വലിയൊരു ഓടക്കുമ്പിൾ ഇരിപ്പുണ്ട്. അല്ലേ രാഹുലെ? ഒരു കിടിലൻ സാധനം. ഇവിടെ വന്ന് കിട്ടിയതിലുള്ള ഏറ്റവും വലിയൊരു ഓടക്കുമ്പിൾ കേട്ടാ. എടുത്തോ? ഒമ്പോ ഇല്ലാതായടേ, ഇല്ലാതായി ചേട്ടാ. ഇതില്ലാതാകുമ്പോൾ ആ സ്പോഞ്ച് പോലെ ഇരിക്കും. കാണിച്ചു കൊടുത്താൽ പിടിച്ചാണ് കാണിച്ചു കൊടുക്കുക. കണ്ട, ഇതില്ലാതായി ചേട്ടാ. ഇത് സ്പോഞ്ച് പോലെയാവും, ബലമില്ലാതെ. ഇതില്ലാതായി. ഈ കറുത്ത സാധനമാണ് കേട്ടോ നമ്മൾ കഴിക്കുന്നത് ഇതിനകത്തുള്ള. പക്ഷെ ഇത് നിങ്ങൾക്ക് പിടിച്ച് കാണിച്ചു തരാം. കണ്ട, ഇത് കണ്ട കല്ല് പോലെയാണ് ഇരിക്കുന്നുണ്ട്. കല്ല് പോലെയാണ് ഇരിക്കുന്നത്. ഇത് കാണിച്ചു കൊടുത്താൽ രാവിലെ കണ്ട സ്പോഞ്ച് പോലെ ഇല്ലാതായി പോയത്. ഇനി വേറെ ഒന്നും കാണാനില്ല കേട്ടാ. ഒന്നും കാണാനില്ല. എന്തായാലും നമുക്ക് അങ്ങനെ മേലോട്ട് വരാം. ഈ ഒരു ഭാഗത്ത് അന്നത്തെ ഈ ഒരു സിമെൻറ്റിൻ്റെ കുറേ ചാക്കുകൾ ഇങ്ങനെ ഇതായി കിടക്കുന്ന കാണാം കേട്ടോ. അന്നത്തെ സിമെൻറ്റ് ചാക്കെന്ന് പറയുന്നത് ഇന്നത്തെ മറ്റേ ഇത് ചാക്കല്ല, അന്നത്തെ നൂൽ ചാക്കാണ്. അതായത് കണ്ട അന്നത്തെ നൂൽ ചാക്കിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇതായി കാണുന്നത്. എല്ലാം കട്ട പിടിച്ച് കേട്ടോ. നല്ല കട്ടിയാണ്. ഇന്നത്തെ സിമെൻറ്റ് പോലെയല്ല അന്നത്തെ സിമെൻറ്റിൻ്റെയൊക്കെ കട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി ഈ ഭാഗത്തൊക്കെ ഒരുപാട് ഇങ്ങനെ മെഷീനൊക്കെ വച്ചിട്ടുള്ള ഒരുപാടുണ്ട്. ഇപ്പം നമ്മളൊരു 0.5% മാത്രമാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുത്തെ ബാക്കിയുള്ള കെട്ടിടങ്ങളും അതിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ കാണിച്ചു തന്നതിന് ശേഷം നമുക്ക് അടുത്ത് ഈ ഡാമിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പൊട്ടിച്ചൊരു കോറിയുണ്ട് കേട്ടോ. അതും കൂടെ നിങ്ങൾക്ക് കൊണ്ട് കാണിച്ചു തരാം. ഈ ഭാഗത്ത് അതൊക്കെ എന്തോ ഒരു സെറ്റപ്പ് കാണുന്നുണ്ട് കേട്ടോ. എന്താ മറ പോലെയാണ് രണ്ട് സൈഡും. എന്താ ആ സൈഡ് ഈ സൈഡ് ഇങ്ങനെ കെട്ടിയിട്ട് എനിക്കൊന്ന് ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ മെഷീനൊക്കെ നിർത്തിയതിന് ശേഷം എന്തോ അതിങ്ങനെ വർക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. അതായത് അതിൻ്റെ ക്ലീനിങ്ങും അതുപോലെ അതിൻ്റെ വയറിങ്ങും അതുപോലെ അതിൻ്റെ നട്ടും ബോൾട്ടൊക്കെ മുടുക്കലും അങ്ങനെ സംഭവങ്ങളൊക്കെ എടുത്ത് മുകളിൽ വെച്ചിട്ട് അടിയിൽ നിന്ന് ചെയ്യേണ്ട കാര്യം. അതായത് വണ്ടിയൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ഉപയോഗിച്ചതായിരിക്കും കേട്ടോ ഇതെല്ലാം. നമ്മൾ വളരെ കുറച്ച് ഭാഗം മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഈ ഒരു ഡാം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കെട്ടിടങ്ങളുടെ പാർട്സും അതുപോലെ മെഷീനറിയൊക്കെ വെച്ചിട്ടുള്ള പാർട്സിൻ്റെയൊക്കെ കുറച്ച് ഭാഗം മാത്രമാണ് കേട്ടോ നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളത്. ഈ ഭാഗത്തൊക്കെ ഈ ഭാഗത്ത് അങ്ങൊക്കെ ഒരുപാട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിവിടെയുള്ള കുഞ്ഞ് മെഷീനറികൾ വെച്ചതായാൽ പോലും നമുക്ക് കയറി നോക്കാം. അന്ന് ഈ ഒരു സമയത്തുണ്ടല്ലോ, അതായത് ഈ ഡാം നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഈ കാട്ടിലൊക്കെ ചായക്കടകളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. സംഭവം ഇവിടെ തൊഴിലാളികൾ ഒരുപാട് കാണും. അപ്പോൾ അങ്ങനെ ഇവിടെ ചായയും ക്യാൻറ്റീനും അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്ന്. പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല. എല്ലാം എന്താണ് പറയേണ്ടത്, ഒരു നിഗൂഢതകൾ മാത്രമാണ് ഇതെല്ലാം. നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് നമ്മൾ വന്ന വഴിയാണ് കേട്ടോ ഈ ഒരു വഴിയെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ താഴെ കാട്ടിലൊക്കെ നമ്മൾ പോയി കേട്ടോ. ആ ഭാഗത്തെല്ലാം എന്തൊക്കെ കെട്ടിടങ്ങളും അതിൻ്റെ അവശിഷ്ടങ്ങളും പാർട്സുകളൊക്കെയാണ്. ഫുള്ളും എനിക്ക് തോന്നുന്നു ഓരോ സംഭവങ്ങൾ ഗ്രൈൻഡ് ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള എന്തോ മെഷീനായിരിക്കും. അല്ലാതെ ഒരു ഡാം നിർമ്മാണത്തിന് എന്താണ് സെറ്റപ്പുകൾ ഇരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ഇവിടെയും ഉണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു എന്തോ ചൂളകൾ പോലെ എന്തോ കാണണ്ട ഓരോരോ കുഴികൾ മാത്രം കാണുന്നു. നേരത്തെ പറഞ്ഞല്ലോ ഇതാണ്ട് ഇതിനകത്തു നിന്നൊക്കെ അകത്തോട്ട് നമുക്ക് എന്തായാലും അപ്പുറ സൈഡിൽ നോക്കാം എന്തെങ്കിലും കാണാൻ പറ്റും. ഇവിടെയാണ് കേട്ടോ അടുത്തൊരു നമ്മൾ കണ്ടതിൻ്റെ ബാക്കി ഇരിക്കുന്നത്. നമുക്കത് ഇവിടെ കൂടെ ഇറങ്ങാനൊക്കെ പറ്റും. പക്ഷേ നമ്മൾ ഇതിനകത്തുനിന്ന് ഇറങ്ങുന്നത് ഒരിക്കലും സുരക്ഷിതമല്ല. കാരണം ഇതിനകത്ത് പാമ്പോ അങ്ങനത്തെ മൃഗങ്ങളൊക്കെ കാണും. അതുപോലെ എവിടെന്നെങ്കിലുമൊക്കെ പിടിക്കുന്ന പാമ്പുകളെയും ഒക്കെ ഇതിനകത്തൊക്കെയാണ് കൊണ്ടുവിടുന്നത് കേട്ടോ ഈ ഒരു വനത്തിനകത്ത്. അപ്പോൾ അതിൻ്റേതായൊരു ഇതുണ്ടാകും ഇവിടെ. കൃത്യസമയമായിട്ട് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടുത്തെ അവശിഷ്ടങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ അപ്പുറത്ത് കോറി ഉണ്ടല്ലോ, ഈ ഒരു ഡാം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പാറ പൊട്ടിച്ചൊരു കോറിയുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കൊണ്ട് കാണിച്ചു തരാം. അങ്ങനെ കോറിയിലേക്ക് പോകുന്ന വഴിയൊക്കെ ഫുള്ളും മറ്റേ ഇതാണ് കേട്ടോ, ഫുള്ളും ചരളാണ്. അതായത് ഈ കോറിയിൽ നിന്ന് നിർമ്മിക്കുന്ന പാറകളുടെ പാർട്സാണ് മൊത്തം. അത്യാവശ്യം നല്ല കട്ടറുണ്ട്. നമുക്കറിയാമല്ലോ കോറിയിൽ നിന്ന് വണ്ടിക്കൊക്കെ ആയിരിക്കും ലോഡ് അടിക്കുന്നത്. അപ്പോൾ അന്നത്തെ മറ്റേ 404 ആയിരിക്കില്ലേ അന്നത്തെ വണ്ടി. അങ്ങനെയും പറയുന്നു, ബെൽറ്റ് വെച്ച് കൊണ്ടുവന്നെന്നും പറയുന്നു. കുറച്ച് സമയത്തെ യാത്രകൾക്ക് ശേഷം നമ്മളങ്ങനെ കോറിയിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ് കേട്ടോ. മൊത്തം ഈ ചല്ലിയാണ് കേട്ടോ. ഈ സൈഡ് മൊത്തം ചല്ലിയും കെട്ടിടങ്ങളും ഒന്നും പറയണ്ട. എന്തൊക്കെയോ അന്ന് ചെയ്തതാണ്. നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു തരാനായിട്ട് അറിയത്തില്ല. കാരണമെന്ന് പറയുന്നത് അന്ന് നമ്മളൊന്നും ജീവിച്ചിരിക്കില്ല. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ തന്നെ ചെറിയൊരു പ്രായം മാത്രമാണ് അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ല. കോറിയിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക്
പോയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ച് ഡാമിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോറി, സ്വന്തമായിട്ടൊരു കോറി ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ്. ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോയിട്ട് പാറ പൊട്ടിക്കുന്ന കോറികളിൽ പോയിട്ടായിരിക്കും പാറ ഇറക്കുന്നതും കൊണ്ടുവന്ന് ഡാമുകൾ നിർമ്മിക്കുന്നത്. പക്ഷേ ഈ ഒരു സ്ഥലത്ത് പേപ്പാറ ഡാം കെട്ടുന്നതിന് തൊട്ട് സൈഡിൽ തന്നെ ഒരു വലിയൊരു പാറ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പാറയെ പൊട്ടിച്ചതിന് ശേഷമാണ് ഈ ഒരു ഡാമിന് ആവശ്യമായിട്ടുള്ള പാറകളെല്ലാം ഈ ഒരു കോറിയിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് പോയത് കേട്ടോ. എന്നിട്ട് അതിന് ശേഷമാണ് ഈ ഒരു ഡാം നിർമ്മിച്ചത്. അപ്പോൾ ഈ ഒരു പാറയ്ക്ക് ഇനിയും ഒരുപാട് പാർട്സുകളുണ്ട് പൊട്ടിച്ചെടുക്കാനായിട്ട് കേട്ടോ, തീർന്നിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ആ ഒരു കോറിയുടെ അവശിഷ്ടങ്ങൾ, അതുപോലെ കോറിയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഇനി കോറിയിലെ കാഴ്ചകൾ കാണാം കേട്ടോ. ഈ ഒരു ഡാം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പാറ പൊട്ടിച്ചത് ഇതാ ഈ കാണുന്ന സ്ഥലത്ത് നിന്നാണ് കേട്ടോ. അതാ ഇങ്ങോന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗമൊക്കെ പാറ ഉണ്ടായിരുന്നു. അതിനുശേഷം ആ പാറകളെ പൊട്ടിച്ചതിന് ശേഷമാണ് അപ്പുറത്ത് ഓരോ സ്ഥലങ്ങളിലും അതിനെ ചല്ലിയാക്കുകയും അതുപോലെ കോൺക്രീറ്റ് ആക്കുകയൊക്കെ ചെയ്തത്. ഇവിടെ നിന്നെല്ലാം വലിയ വലിയ പീസുകളായിട്ടായിരിക്കും അപ്പുറത്തേക്കൊക്കെ പോയത്. അപ്പോൾ ഇന്നതാ ഇവിടെ എല്ലാം നല്ല നിരപ്പാർന്നൊരു പ്രദേശം ആയിട്ട് കിടക്കുകയാണ് കേട്ടോ. അതാ ഈ ഭാഗത്തെല്ലാം എനിക്ക് തോന്നുന്നു ഈ ഒരു പാറ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാറ 2 തട്ടായിട്ടാണ്, ഇവിടെയും തൊട്ടപ്പുറത്തും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 30-40 സെൻറ്റ് സ്ഥലത്തോളം ഉണ്ട് കേട്ടോ ഈ ഒരു പാറയെന്ന്, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സ്ഥലത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം എന്താ കണ്ടോ, അടിപൊളി ഒരു പാറ. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വ്യൂ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ പോകുന്നത് തൊട്ടപ്പുറത്തേക്കാണ് കേട്ടോ. തൊട്ട് താഴെ അവിടെയാണ് നമ്മൾ വണ്ടി വെച്ചത്. നേരത്തെ ഭാഗം കാണിച്ചത് അപ്പുറത്താണ് കേട്ടോ. അപ്പുറത്തുനിന്നും ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്ത് കണ്ടതിനെക്കാട്ടിലും ഒരുപാട് ദൂരം ഇങ്ങനെ ഒരു പാറ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ പാറ പൊട്ടിച്ച് ഈ പാറയ്ക്കുള്ളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമാണ് കേട്ടോ നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഇതെല്ലാം ഇപ്പം വയൽ പോലെയാണ് കേട്ടോ കിടക്കുന്നത്. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ കണ്ടോ. ഈ ഒരു ഭാഗം എന്താ ഇതെല്ലാം ചതുപ്പാണ്, ഫുള്ള് ചതുപ്പാണ്. നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ചെളിയിലേക്ക് പോകും. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇതാ ഇവിടെ എല്ലാം. അപ്പോൾ ഇതാ ഉയരം കണ്ടോ, അതങ്ങനെ കറങ്ങി ഇതാ ഇങ്ങനെ ഓരോ ഇതിൻ്റെ മറ്റേ തമിരുകളൊക്കെ വന്ന ഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. അങ്ങൊക്കെ നോക്കണം ഓരോന്ന് വന്നതിൻ്റെ പാർട്സുകളൊക്കെ. ഭയങ്കര ദൂരമാണ് കേട്ടോ ഈ ഒരു ഭാഗത്തെ ഇങ്ങനത്തെ ഇതെല്ലാം. അങ്ങ് ടോപ്പിൽ നിന്നേ പൊട്ടിച്ച് ഇറങ്ങിയാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ചെളിയാണ്. ഇപ്പം മഴ പെയ്തതിന് ശേഷം ഉണ്ടല്ലോ ഫുള്ള് വയൽ പോലെ ആയി കിടക്കുകയാണ്. സൂക്ഷിച്ച് പോയില്ലെങ്കിൽ തലയടിച്ച് കിടക്കും. അത് കുഴിയാടേ, ചെറിയൊരു കുഴിയാണ് കേട്ടോ അവിടെ. ഇവിടുത്തെ ഭാഗങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്നും പറയാനില്ല, എത്രത്തോളം മനോഹരമാണെന്നറിയാം ഈ ഒരു സ്ഥലം. ശരിക്കും നമ്മൾ വീട്ടിനകത്ത് ഇരിക്കാതെ ഇത്തരം സ്ഥലങ്ങളിലോട്ടൊക്കെ നമ്മൾ ചുമ്മെങ്കിലും പോയി കാണുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനൊക്കെ കുറച്ച് സന്തോഷമൊക്കെ കിട്ടുന്നത്. നമ്മൾ ലഡാക്കിലും കാശ്മീരിലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീടിൻ്റെയൊക്കെ തൊട്ടടുത്തൊക്കെ തന്നെ ആയിരിക്കും നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ കാണും. നമ്മൾ ഫ്രീ ആകുമ്പോൾ ജസ്റ്റ് അവിടേക്കൊന്ന് പോയിട്ട് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആവും. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും മൈൻഡൊക്കെ അടിപൊളിയായിട്ടിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം. കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ കോറിയുടെ കാഴ്ചകൾ. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് നമ്മൾ വന്ന ഭാഗത്തേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത്. അവിടെ പോയിട്ട് അവിടെ ഇനി 2-3 കുറച്ച് പാർട്സുകളൊക്കെ ഉണ്ട്. നമ്മൾ ഒരുപാട് ഉൾക്കാട്ടിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ കയറിയിട്ടുള്ളൂ. കയറാത്തതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ കാട് മൊത്തം പാമ്പുകളും അതിൻ്റെ അടുത്ത് കേട്ടറിയല്ലേ, ഈ വാവാ സുരേഷൊക്കെ അടക്കം പിടിക്കുന്ന പാമ്പുകളെ കൊണ്ടുവിടുന്നത് മൊത്തം ഈ പേപ്പാറ റൂട്ടിലാണ് കേട്ടോ. നമ്മളൊക്കെ വനത്തിലേക്ക് പോകുന്ന റൂട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്പം ഡേഞ്ചറാണ്. അതുകൊണ്ട് നമ്മൾ ഉൾക്കാട്ടിലേക്കൊന്നും കയറാനായിട്ട് നിന്നിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ വന്ന ഭാഗത്തൊക്കെ 2-3 കെട്ടിടങ്ങൾ പോലത്തെ പാർട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പോയി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. സെറ്റപ്പുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തിരിച്ച് നേരെ നമ്മുടെ വനം കയറുകയാണ് സുഹൃത്തുക്കളെ. ഒന്നുമില്ല, നേരെ കയറുക, ഇനി വനത്തിലേക്ക് പോവുക. ഇതിനകത്തൊക്കെ കുറവാണ് കേട്ടോ. നമ്മൾ താഴെ ഭാഗത്ത് കണ്ടതിൻ്റെ അത്രയൊന്നും കെട്ടിടങ്ങളുടെ പാർട്സുകളോ അവശിഷ്ടങ്ങളൊന്നും ഇല്ല. നമ്മളിപ്പോൾ പോകുന്ന ഈ ഭാഗം മുന്നിലേക്കാണ്. അപ്പോൾ ഇതിലെ ഒരു 8 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ എൻ്റെ വീടായി കേട്ടോ. അപ്പോൾ ഇനിയിത് ആ ഭാഗത്ത് എന്തോ ഒരു കെട്ടിടത്തിൻ്റെ പാർട്സുകളുണ്ട്. പിന്നെ ഇവിടെയുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ അന്നത്തെ വാട്ടർ ടാങ്കുകളാണ്. നമുക്ക് എന്തായാലും ഇതിനകത്ത് കയറി നോക്കാം. ഇത് പിന്നെ ഇവിടെയുണ്ട് വേറൊരെണ്ണം. ഇതെല്ലാം വാട്ടർ ടാങ്കുകളാണ് കേട്ടോ. ഇവർക്ക് ഈ കോൺക്രീറ്റുകളൊക്കെ കുഴയ്ക്കുന്നതിനൊക്കെ ആവശ്യമായിട്ട് വെള്ളമൊക്കെ നിർത്തിയിട്ടുള്ള ടാങ്കുകളാണ് കേട്ടോ ഇതെല്ലാം. പറഞ്ഞത് തന്നെയാണ് ശരി. ഇത് വാട്ടർ ടാങ്കാണ് കേട്ടോ. കണ്ടോ, ഇത്ര ഇങ്ങനെ കിടപ്പുണ്ട് ബോക്സ് പോലെ. അപ്പോൾ ഇതിനകത്തൊക്കെ വെള്ളം നിറച്ചിട്ട് ഇവരുടെ മറ്റ് കോൺക്രീറ്റ് വർക്കുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയതായിരിക്കാം. അങ്ങനെ ഉണ്ട്. താഴത്ത് അതിൽ പൈപ്പ് ഇരിപ്പുണ്ട്. ഇതിൽ പൈപ്പില്ല, താഴത്ത് അതിൽ പൈപ്പ് ഇരിക്കുന്നുണ്ട്. അത് നല്ല ആഴമുണ്ട് കേട്ടോ. അത് ആ ഒരു കുഴി. ഇനി ഇതിന് തൊട്ട് താഴെ വേറൊരു കുഴിയുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ ഒരു കെട്ട് പോലെ തന്നെയാണ് ഈ ഒരു കെട്ടും. എല്ലാം വെള്ളത്തിൻ്റെ സെറ്റപ്പാണ് കേട്ടോ.
പിന്നെ എന്തെങ്കിലും താഴത്തെ കെട്ടുപോയി നോക്കാം കേട്ടോ. ഈ ഒരു ഭാഗത്തുകൂടെ ഏകദേശം ഒരു 3 കിലോമീറ്ററോളം നമ്മൾ നടന്നു കഴിഞ്ഞാൽ നാടുകാണിപ്പാറ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിന്റിൽ നമുക്ക് എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ തൊട്ട് താഴെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു അടുത്ത കെട്ടിരിക്കുന്നത്. നമ്മൾ നോക്കിയും കണ്ടും സൂക്ഷിച്ചൊക്കെയാണ് നമ്മൾ താഴേക്ക് പോകുന്നത് കേട്ടോ. അതൊരു വലിയൊരു ടാങ്ക് സെറ്റപ്പാണ് കേട്ടോ. എന്തോ ഒറ്റയൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടി തന്നെയാണ്. നേരത്തെ നമ്മൾ അവിടെയാണ് കേട്ടോ പോയത്. അത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പുറത്ത് ഇവിടെയാണ് കേട്ടോ. ഇതിൻ്റെ കെട്ടിൻ്റെ മുകളിൽ കയറണം. ഒന്നും പറയല്ല കേട്ടോ, എത്രത്തോളം വലിപ്പമാണെന്നറിയാവോ ഇതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. ഇതും ശരിക്കും ടാങ്ക് തന്നെയാണ്. ഇതിൻ്റെ മെത്തേഡ് കാണുമ്പോൾ തന്നെ അറിയാം. വർഷങ്ങൾക്ക് മുമ്പ് ഇത് കെട്ടിയത് കൊണ്ട് തന്നെ ഇതിനകത്തൊക്കെ തന്നെ ഓരോ മരങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഈ ഒരു സ്ഥലം കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് തോന്നുന്നു ഏകദേശം കുറേ വെള്ളം ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടാങ്കാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 20 മീറ്ററോളം ഉണ്ട് കേട്ടോ ഈ ഒരു ടാങ്ക്. അത് അങ്ങ് കറങ്ങി അങ്ങനെ ആ ഒരു ഭാഗത്തേക്ക് വരെ ഉണ്ട് കേട്ടോ. ഇത് ഒരുപാട് ദൂരമുണ്ട് കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ ഇവിടെ ഇരിക്കുന്നതുണ്ട് ഓരോ മരങ്ങൾ. ഇത്രയും വർഷമായില്ലേ, അപ്പോൾ ആൽമരമൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ മെയിൻ്റെനൻസ് ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഇതൊക്കെ വന്ന് കാണാനും അതുപോലെ വെള്ളം സംഭരിച്ച് വെക്കാനും ഒക്കെ പറ്റിയ വലിയ ടാങ്കുകളൊക്കെയാണ്. ചെറിയ മെയിൻ്റെനൻസ് പഴയങ്ങൾ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതൊക്കെ വാട്ടർ അതോറിറ്റിയുടെ കീഴിൽ പറഞ്ഞാണ് കേട്ടോ ഈ സംഭവങ്ങളെല്ലാം. രാഹുൽ ഇവിടെ നിൽക്കുന്നുണ്ടേ. അപ്പോൾ രാഹുൽ എങ്ങനെയുണ്ട് ഈ ഒരു ഇതെന്താണ് ശരിക്കും ഇതെന്താണ്? ഇത് വാട്ടർ ടാങ്കാണ് തന്നല്ലേ? മേലെ ചെറുതും ഇവിടെ ഇത് വലിയൊരു വാട്ടർ ടാങ്ക്. വാട്ടർ ടാങ്ക് തന്നെ അല്ലാതൊന്നുമല്ല. ആ സൈഡിൽ പൈപ്പൊക്കെ ഉണ്ട്. കാണുമ്പോൾ പൈപ്പൊന്നും കാണാനില്ല. ഇത് മിക്കവാറും ഇതിനകത്ത് വന്ന് നിറഞ്ഞിട്ട് അപ്പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആയിരിക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 മീറ്ററോളം ദൂരമുണ്ട് കേട്ടോ ഈ ഒരു ടാങ്ക്. ഇത് അങ്ങന്ന് അല്ലേ കുറച്ചങ്ങോട്ട് പോയി കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഇത് കണ്ട ഈ ഒരു മതിൽ കെട്ടുണ്ട്. ഇതിനകത്ത് ഈ കാട് പിടിച്ച് കിടക്കുന്ന മൊത്തം ഈ ടാങ്കിൻ്റെ അവശിഷ്ടങ്ങളാണ്. ടാങ്കാണ് ശരിക്കും. ഇത് അങ്ങ് കണ്ട ആ ഒരു ഭാഗം മുതൽ ഇത് ഈ ഒരു ഭാഗം വരെ ഇങ്ങനെ ഇത്രയും ടാങ്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെ മുള്ളു പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഭാഗം മുതൽ നമ്മൾ നേരത്തെ നിന്നത് ആ ഒരു ഭാഗം ഒന്നും പറയില്ല, ഒരുപാട് ദൂരം 30 മീറ്റർ ഉറപ്പായൊരു 30 മീറ്ററോളം ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഡാമിൽ നിന്ന് വെള്ളം ഇതിനകത്തേക്ക് കയറ്റി വിട്ടിട്ടതിന് ശേഷം സംഭരിച്ചതിന് ശേഷം ഇവർക്ക് കോൺക്രീറ്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കുഴയ്ക്കാനും ഡാമിൻ്റെ നിർമ്മാണത്തിനൊക്കെ വേണ്ടിയിട്ട് വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയത് ഈ ഒരു സ്ഥലത്തായിരിക്കും കേട്ടോ. എന്നിട്ട് ഇതിന് ഇവിടെ നിന്ന് വെള്ളം എടുത്ത് അങ്ങ് താഴെ കൊണ്ടുപോയതിന് ശേഷം അവിടെ നിന്ന് കോൺക്രീറ്റും ഒക്കെ ആയിട്ട് ഡാം കെട്ടിയതായിരിക്കും അല്ലേ രാഹുലെ? ചിലപ്പോൾ കുടിക്കാനെടുത്തതെങ്കിലും എന്തെങ്കിലുമൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞുതരാൻ നമുക്കറിയത്തില്ല. വാട്ടർ ടാങ്ക് തന്നെയാണ് നമ്മുടെ രാഹുൽ. രാഹുൽ ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ രാഹുലിന് എന്താണ് പറയാനുള്ളത്? ഇവിടെ വന്നപ്പോൾ പ്രത്യേകിച്ച് പറയാന്ന് പറഞ്ഞാൽ എടുത്ത് പറയാനൊന്നുമില്ല, പക്ഷേ മൊത്തത്തിൽ കൊള്ളാം. പക്ഷെ എന്തൊക്കെയോ ആണ്, നമുക്കിതൊന്നും കാണാൻ പറ്റിയില്ല ആ ഒരു നിർമ്മാണ സമയത്തൊന്നും. അപ്പം അന്ന് നമുക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ പറ്റും. പക്ഷെ കാര്യങ്ങൾ അറിയാം അല്ലേ? ഒരു ഡാം ഇപ്പോഴത്തെ ഒരു ഇത് എന്തായാലും ഇപ്പം നമ്മൾ ആദ്യമായിട്ടല്ലേ വരുന്നത് കാണുന്നതൊക്കെ. വെള്ളം കെട്ടി നിർത്തിയ സ്ഥലമാണെന്ന് മനസ്സിലായി തോന്നുന്നു. അത് തന്നെ എങ്ങനെ ആയിരുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല. അതെ, അതായത് അന്ന് ഈ ഡാം നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സമയത്ത് ഇവിടെ ഒരുപാട് ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് അവർ വെള്ളം കെട്ടി നിർത്തുകയും കുളിക്കാനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഡാം കെട്ടി നിർത്തിയാലല്ലേ, ഡാം കെട്ടി പണി പൂർത്തി കഴിഞ്ഞാലല്ലേ വെള്ളം കിട്ടുള്ളൂ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഉപയോഗിക്കണമല്ലോ. ആറ്റിൽ നിന്ന് വെള്ളം സ്റ്റോർ ചെയ്ത് എടുത്ത് ഇവിടുത്തെ ജോലിക്കാരും അതുപോലെ മറ്റ് ഉദ്യോഗസ്ഥരും എല്ലാവർക്കും വേണ്ടിയിട്ട് വെള്ളം എന്തോ കൊടുത്തൊരു സെറ്റപ്പാണ് കേട്ടോ ഇവിടുത്തെ ഈ വലിയൊരു ടാങ്ക് എന്ന് പറയുന്നത്. അപ്പം അത്രത്തോളം ജീവനക്കാർ വേണം. കാരണം ഈ 400-450 മീറ്ററുള്ള ഒരു ഡാം കെട്ടണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള അധ്വാനമായിരിക്കണം. അത് തന്നെ. അപ്പം അതിൻ്റെ ഒരു വെള്ള ടാങ്കാണ് കേട്ടോ ഇവിടെ. അങ്ങനെ ഓരോന്നും ഓരോ മെഷീനറിയും വെള്ളവും അങ്ങനെ പല രീതിയിൽ പല മെഷീനറീസൊക്കെ കൊണ്ടുവച്ചിട്ടുള്ള ഓരോരോ പാർട്സും സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ പോയ ആ ഭാഗങ്ങളിലെല്ലാം കണ്ടത്. പിന്നെ അതുമല്ല ഈ ഭാഗത്തൂടെയൊക്കെ റോഡൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ ചാടിക്കോ കണ്ട അവിടെ ഒരു ചെറിയ പൈപ്പ് ഇരിപ്പുണ്ട് ഈ ഒരു ടാങ്കിന്. അത് തന്നെ കണ്ട, ഇതായിരിക്കുന്ന ഒരു പൈപ്പ്. ഇത് കണ്ട, ഇത് അന്നത്തെ ഒരു പൈപ്പിൻ്റെ അവശിഷ്ടമാണ്. കണ്ട ഇരിക്കുന്നുണ്ട, ഒന്നും ചെയ്തില്ല. സൂപ്പർ കേട്ടോ. നമ്മൾ ഇന്ന് കാണിച്ചു തന്നിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പേപ്പാറ ഡാമിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് കെട്ടിയിട്ടുള്ള കുറച്ച് ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ കാട്ടിനുള്ളിൽ കെട്ടിയ കുറച്ച് വാട്ടർ ടാങ്കുകൾ അതുപോലെ മെഷീനറിയൊക്കെ കൊണ്ടുവച്ചിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞ് കെട്ടുകളും അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ ഇവിടുത്തെ കോറിയുമാണ്.
അപ്പോൾ നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനൊന്നും എനിക്കറിയത്തില്ല. കണ്ടാലറിയാം എന്തോ മെഷീൻ സംവിധാനങ്ങൾ കൊണ്ടുവച്ചത്. നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നത് ടാങ്കൊക്കെ ഇരുന്ന സ്ഥലമാണ്. പിന്നെ കോറിയും നമുക്ക് അറിയാൻ കേട്ടോ. പിന്നെ ബാക്കി കൂടുതലായിട്ട് നമുക്കറിയത്തില്ല. അറിഞ്ഞൂടാത്ത കാര്യത്തിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പറയുന്നതും ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് എപ്പിസോഡ് നമ്മളങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ പണ്ടുള്ള ആൾക്കാരെ കാണണം ഇത്തരം കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ രാഹുലെ നമ്മൾ പറഞ്ഞ കാര്യം ശരിയല്ലേ? ശരിയാണ്. അതെ, പണ്ടുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ട് അറിയാം. നമ്മളൊന്നും വന്നില്ല. 1983 നമ്മുടെ പേപ്പാറ ഡാം, അതായത് പേപ്പാറ ഡാം കമ്മീഷൻ ചെയ്യുന്നത്. അപ്പം ഈ ഡാം 83 ആണെങ്കിൽ അതിന് പിറകിലോട്ടുള്ള ഏകദേശം 5 വർഷങ്ങളോളം ഈ ഒരു ഡാമിൻ്റെ ഈ ഭാഗത്തെല്ലാം ഇതിൻ്റെ വർക്കുകളൊക്കെ ആയിരിക്കും. നമുക്കറിയാമല്ലോ, ഒരു നാഷണൽ ഹൈവേ തന്നെ വർക്ക് എടുക്കുന്നത് തന്നെ വർഷങ്ങളോളമാണ് അതിൻ്റെ വർക്ക് നടക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു ഡാമിൻ്റെ വർക്ക് എന്ന് പറയുന്ന വലിയ വലിയ പാറകളൊക്കെ കൊണ്ടിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഒരു 400-450 മീറ്റർ ദൂരമുള്ള ഡാമിന് എത്രത്തോളം വർഷം എടുത്തു കാണും എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് ഇത്തരം കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള കാടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഇങ്ങനത്തെ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരാം. അപ്പോൾ അതുപോലെ ഗ്രാമങ്ങളുടെ കാഴ്ചകളും ഊരുകളുടെ കാഴ്ചകളും ഗ്രാമങ്ങളുടെ കാഴ്ചകളും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ടുള്ള കണ്ടൻറ്റുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതുപോലെ തന്നെ ഞാൻ രാഹുൽ എന്നാണ് കേട്ടോ നമ്മുടെ രാഹുലിൻ്റെ ചാനലിൻ്റെ പേര്. അപ്പോൾ അവൻ്റെ ചാനലിലും അവൻ ചെയ്യുന്ന ഒരുപാട് കണ്ടൻറ്റുകൾ അവൻ്റെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പം ചാനൽ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ രാഹുൽ എന്ന് പറയുന്ന ചാനൽ കൊടുത്തേക്കാം അല്ലേ? എല്ലാവരും കയറി അവൻ്റെ ചാനലും കയറി നോക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞോളൂ രാഹുൽ. എല്ലാവർക്കും ബൈ കേട്ടോ. അടുത്ത് നല്ലൊരു എപ്പിസോഡുമായിട്ട് കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ.